ഗൈസ് ഓക്കെ. അപ്പം നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇല്ലേ, ഫ്രാങ്ക്ലിനും കളക്കെ എന്തായാലും ഗൈസ് രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും നമ്മുടെ രണ്ട് വണ്ടി എന്തായാലും ഇവിടെ എന്തായാലും കഴുകിക്കൊണ്ട് എന്തായാലും ഇരിക്കുകയാണ്. എൻ്റെ പൊന്നെ ഒടുക്കത്തെ ചെളി എന്ന് വെച്ചാൽ ഒടുക്കത്തെ ചളിയായിരുന്നു. ഓക്കെ, നമ്മുടെ BMW നല്ല പൊടി അടിച്ചിരുന്നു, നല്ല ചെളി പിടിച്ചിരുന്നു. നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്താണ് ഈ വണ്ടി വെച്ചൊക്കെ, ഫുള്ള് പൊടി ചെളിയൊക്കെ ആയിരുന്നു. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ കഴുകി വെളുപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടാണ് നമ്മുടെ ഡിഫൻഡർ, അതേപോലെ നമ്മുടെ ഒരു BMW ഒക്കെ. എൻ്റെ പൊന്നെ നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ കാണാനായിട്ടൊക്കെ. നമ്മൾ ഫുള്ള് ചെളി പിടിച്ച് അഴുക്ക് പിടിച്ച് ആകെ തവിടൂടെ ആയിരുന്നാണ്. നമ്മൾ ഫുള്ള് നല്ലോണം ഫുള്ള് കഴുകി വൃത്തിയാക്കി ഫുള്ള് പോളിഷൊക്കെ ഇട്ട് വേറെ ലെവലാക്കി നമ്മൾ വെളുപ്പിച്ച് എടുത്തേക്കാണ് നമ്മുടെ രണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും നമ്മളെന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ടയേർഡായിട്ടാണ്. നമ്മൾ ഏകദേശം 2-3 മണിക്കൂറായിട്ട് വണ്ടി കഴിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട്. ഓക്കെ, ഇനി രണ്ടിനെയും കുറച്ച് അങ്ങോട്ട് നീക്കി എന്നാലും ഇടണം. ഓക്കെ, അല്ലെങ്കിൽ മഴ വല്ലതും വേണമെങ്കിൽ പിന്നെ അഴുക്കാവും. ഓക്കെ, കാരണം വെച്ചാൽ ഇതിൻ്റെ മുകളിൽ പോളിഷ് കണക്കെ നല്ല ഇട്ടിരിക്കുകയാണ്. ഓക്കെ, പോളിഷ് ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഇത് വീഴണ സമയത്ത് ചിലപ്പോൾ പോളിഷിൻ്റെ അതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും വണ്ടി എന്തായാലും കുറച്ചെന്തായാലും അങ്ങോട്ട് എന്തായാലും നീക്കി എന്തായാലും ഇടാൻ കഴിച്ചു. അതാണ് നമുക്കെന്തായാലും നല്ലതെന്ന് പറയണത്. ഓക്കെ, നമുക്കെന്തായാലും വണ്ടികളൊക്കെ എന്തായാലും സൈഡിലോട്ടോ അല്ല എന്തായാലും എടുത്തെന്തായാലും ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ വീടിൻ്റെ അകത്ത് പോയി നമുക്ക് എന്തായാലും കുറച്ച് നേരം എന്തായാലും റെസ്റ്റിങ്ങളൊക്കെ എന്തായാലും എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കേസ് നമ്മുടെ ആ ഒരു ഡിഫൻഡർ അതേപോലെ നമ്മുടെ BMW ഒതുക്കി എന്തായാലും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡിഫൻഡറുകളൊക്കെ ഇവിടെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ ഈ ഒരു BMW ഇവിടെ സൈഡിലോട്ട് നല്ല കയറ്റി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും പോയി കുറച്ച് നേരം നല്ല റെസ്റ്റ് എടുക്കാം. എൻ്റെ പോലെ അവിടെ ഫ്രാങ്ക്ലിൻ നല്ല രീതിക്ക് എന്തായാലും ടയേർഡായിട്ട് എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് എന്തായാലും കുറച്ച് നേരം കിടന്ന് എന്തായാലും ഉറങ്ങാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട നമുക്ക് എന്തായാലും കുറച്ച് നേരം എന്തായാലും വർക്കൗട്ട് നമുക്ക് ചെയ്യുന്നിട്ട് നമുക്ക് എന്തായാലും പോയി കിടന്ന് എന്തായാലും ഉറങ്ങാം. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ മേളിലോട്ട് പെക്കൊണ്ട് എന്തായാലും ഇരിക്കുകയാണ്. ഓക്കെ, ഇതെന്താണ് ഗൈസ് ഒരു ബെല്ലടിയുടെ ഒരു സൗണ്ട് കണക്കെ എന്തായാലും കേട്ടത്. നമുക്ക് എന്തായാലും താഴെ എന്തായാലും പോയി എന്തായാലും ജസ്റ്റ് എന്തായാലും നോക്കിയിട്ട് എന്തായാലും വരാം. ഓക്കെ, എന്തായാലും എന്തോ ഒരു ബെല്ലടിയുടെ ഒരു സൗണ്ട് കണക്കെ എന്തായാലും കേട്ടേ താഴെ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും താഴെ എന്തായാലും പോവാം ഗൈസ്. എന്നിട്ട് അത് എന്ത് സംഭവമാണെന്ന് നമുക്ക് എന്തായാലും ജസ്റ്റ് എന്തായാലും ഒന്ന് നോക്കി നോക്കാം. സാർ, ഷിൻചാൻ സാറിൻ്റെ വീടല്ലേ ഇത്? ഷിൻചാൻ്റെ വീടാ? ഷിൻചാൻ്റെ വീടെന്നല്ല, ഇത് ഫ്രാങ്ക്ലിൻ്റെ വീടാണ്. അയ്യോ സാറേ, ഷിൻചാൻ സാർ ഇവിടെയല്ലേ താമസിക്കണേ? ആ തന്നെ, തനിക്കെന്ത് വേണം? താൻ ആരാണ്? അത് പിന്നെ സാറേ, ഞാനൊരു പിസ്സ ഡെലിവറി ബോയാണ്. ഷിൻചാൻ സാറ് ഒരു പിസ്സ ഓർഡർ ചെയ്തിരുന്നത്. ഷിൻചാൻ സാർ മാത്രമല്ല, ഗ്രാനി അമ്മായിയും കൂടെ ഒരു പിസ്സ ഓർഡർ ചെയ്ത്. ഇതാണ് ആ പിസ്സ. ഇതൊന്ന് അവരുടെ കയ്യിലൊന്ന് കൊടുക്കണേ. പൈസയൊക്കെ അവർ നേരത്തെ ചെയ്തിരുന്നത്. അത് ശരി, എൻ്റെ കൂടെ ചോദിക്കാതെ എൻ്റെ ഫോൺ എടുത്ത് അവർ പൈസയൊക്കെ ചെയ്താ? അയ്യോ സാറേ, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. സാറിപ്പോൾ ഈ പിസ്സ പിടി. ആ ശരി ഗൈസ്, ഗ്രാനി ഷിൻചാനും എന്നോട് ചോദിക്കാതെ പിസ്സയൊക്കെ ഓർഡർ ചെയ്തിരിക്കണേ. പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവരെന്തോ സാധനം വാങ്ങിക്കാനായിട്ട് നമ്മുടെ ഗ്രാനിയുടെ പുതിയ ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് എന്തായാലും വെളിയിൽ എന്തായാലും പോയി. ഓക്കെ, അതെന്തായാലും പറ്റൂല ഗൈസ്. എന്നോട് ചോദിക്കാതെ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡൊക്കെ മാറ്റി എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്താണെങ്കിൽ വാങ്ങിച്ചെന്നില്ല. അവർ രണ്ടുപേരുടെ കയ്യിലും 10ൻ്റെ പൈസ ഇല്ല. ഓക്കെ, എൻ്റെ ഫോണിൻ്റെ ലോക്ക് എന്തായാലും ഗ്രാനിക്ക് അറിയാം. ഓക്കെ, ഷിൻചാൻ അറിയണം. ഓക്കെ, ഞാൻ ഒരു ദിവസം എന്തോ നോക്കണത് ഗ്രാനിക്കുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ എന്തായാലും ഈ ഒരു പിസ്സ മുഴുവനായിട്ട് എന്തായാലും കഴിക്കാനായിട്ട് വേണം. അവർക്ക് ഒരെണ്ണം പോലെ ഞാൻ കൊടുക്കത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് മൊത്തത്തിൽ എന്തായാലും കഴിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനില്ലേ പിസ്സയൊക്കെ കഴിച്ചിട്ട് എന്തായാലും കുറച്ച് നേരം എന്തായാലും നമ്മുടെ ബെഡിൽ കണക്കെ എന്തായാലും കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എന്താണ്? നമ്മൾ ബെഡിലല്ലേ കിടന്ന്, നമ്മളെങ്ങനെ തറയെ വന്ന്? എനിക്കറിയണം. നമ്മുടെ ഫ്രാങ്ക്ലിനും കണക്കെ എന്തായാലും തറയിൽ കണക്ക് കിടക്കുകയാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വെളിയിലോട്ടല്ലോ പോവാം. ഗ്രാനി ഷിൻചാനൊന്നും ഇതുവരെയായിട്ട് വന്നില്ല. ഇതെന്താണ്? നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ബാക്കിൽ ഇതാണ്ട് ഒരു സാധനമൊക്കെ ഇരിക്കണം. ഇത് മറ്റൊരു പറക്കണ ഒരു സാധനമല്ലേ? ഇതിപ്പോ എന്താണ്? നമ്മുടെ ഫ്രാങ്ക്ലിന്റെ കണ്ണിന്റെ അവിടെ നിന്ന് ലേസറൊക്കെ പറഞ്ഞേ. പൊന്നെ, ഇത് നൈസായിട്ടുണ്ട് കേട്ടോ ഗായ്സ്. നമ്മുടെ ആര് കഴിച്ച ഒരു പിസ്സയില്ല, അതൊരു മാജിക് പിസ്സയായിരുന്നു. നമ്മുടെ ഫ്രാങ്ക്ലിന് കണക്ക് ആ ഒരു പിസ്സ കഴിച്ചപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിന് കണക്ക് നമ്മുടെ സൂപ്പർമാൻ്റെ പവേഴ്സ് കണക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കൊള്ളാം. എൻ്റെ മോനി, ഇതിപ്പോൾ എന്താണ് ഉണ്ടായ? ഫ്രാങ്ക്ലിന് പറക്കാൻ പറ്റുമോ? പക്ഷെ എൻ്റെ പൊന്നി, ഈ ലേസർ വെച്ച് നമ്മുടെ വണ്ടി നമുക്ക് കത്തിക്കാൻ പറ്റും. ഞാൻ അറിയാതെ കേസ് നമ്മുടെ വണ്ടി കത്തിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പവേഴ്സ് കൊണ്ട് നമുക്ക് വേറെ എത്ര വണ്ടികൾ എടുക്കുക. നമ്മളറിയാം നമ്മുടെ വണ്ടി പൊട്ടിച്ച് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ലേസർ ജസ്റ്റ് എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ എന്തായാലും ഒരു ഫോർച്യൂണർ കണക്കെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ഈ ഒരു ഓടിയും കണക്ക് എന്തായാലും പൊട്ടിച്ച് കളയാം. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ പവേഴ്സ് വെച്ച് നമുക്ക് വേറെ കുറേ വണ്ടികൾ എന്തായാലും അടിച്ച് മാറ്റാമല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ ജസ്റ്റ് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. എൻ്റെ മോനെ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതെന്താണ്? എൻ്റെ മോനെ, നമുക്ക് നല്ല രീതിക്ക്
നല്ല സ്പീഡിൽ നല്ലവണ്ണം നമുക്ക് പറക്കാനും പറ്റുന്നുണ്ട് കേസ്. ഓക്കെ, എന്തായാലും നമുക്ക് നല്ലൊരു അടിപൊളി സൂപ്പർമാൻ്റെ പവേഴ്സുകളൊക്കെയാണ് കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നല്ലോണം എന്തായാലും പറക്കാനായിട്ട് എന്തായാലും പറ്റുന്ന എന്തായാലും ഉണ്ടായിട്ട് ഇതെന്തായാലും കൊള്ളാം. ഓക്കെ ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. റിട്ടാരിങ് നമ്മുടെ ചാനൽ റിട്ടാരിങ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് എന്നിട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആകുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സായിട്ട് കൂട്ടുകാർക്കൊക്കെ മാക്സിമം വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഒരു അടിപൊളി സ്റ്റോറി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.